ദ എക്സോസിസം. ഈ ഒരു സിനിമ കാണാനായിട്ട് പോകുന്ന സമയത്ത് നല്ലൊരു ഹൊറർ സിനിമ കാണാം, അല്ലെങ്കിൽ ഒരു നല്ല പ്രേത സിനിമ കാണാം, അതിനകത്ത് എക്സോസിസം ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു തോട്ടോടുകൂടിയാണ് ഞാൻ ഈ ഒരു സിനിമ കാണാനായിട്ട് പോകുന്നത്. പക്ഷേ സിനിമ കണ്ടു തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല ഇതിനകത്ത് കാണിക്കുന്നത് എന്നുള്ളത്. കാരണം ഒരു ഫിലിം സെറ്റിൽ നടക്കുന്ന, ഒരു സിനിമ ഷൂട്ടിങ്ങിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളും ഇപ്പം ഹൊറർ സാധനം ഉണ്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് പാരാനോർമൽ സാധനം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ വേറൊരു എക്സ്ട്രീം ലെവലിലേക്ക്, ഒരു സൂപ്പർ നാച്ചുറൽ ലെവലിലേക്കൊക്കെ പോകുന്നൊരു പ്രേതമൊക്കെയാണ് ഇതിനകത്തുള്ളത്. സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണിച്ചുകൊണ്ടാണ്. ദ എക്സോസിസ്റ്റ് എന്ന് പറയുന്ന പേരുള്ള ഒരു പ്രോജക്റ്റ്, ഒരു സിനിമ നടക്കുന്നു, അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. അപ്പം ഇവർ ഒരു പുതിയ ആക്ടറിനെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നായകനായിട്ട് ആ ഒരു ഫാദറിൻ്റെ എക്സോസിസം ചെയ്യുന്ന ആളായിട്ട് ആൻ്റണി മില്ലർ എന്ന് പറയുന്ന ഒരു ആൽക്കഹോളിക്കായിട്ടുള്ള ഒരു ആക്ടറിനെ കൊണ്ടുവരുന്നു. പുള്ളിക്കൊരു മകളുണ്ട്, ലീ എന്ന് പറയുന്നത്. പുള്ളിക്കാരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളേജിൽ ഒന്ന് സസ്പെൻഡഡ് ആയിട്ട് ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്നതും ഇവർ രണ്ടും കൂടെ സിനിമയിലേക്ക് ഈ ഒരു സിനിമ ചെയ്യാനായിട്ട് വരുന്നു. ആൻ്റണി കുറേ കാലമായിട്ട് സിനിമയൊന്നും ചെയ്യാതിരിക്കുന്നുള്ളതാണ്. അപ്പം ഈ ഒരു സിനിമയിൽ വരുന്നു, ഈ എക്സോസിസം ചെയ്യാനായിട്ടാണ് വരുന്നത്. ഈ ഒരു ഭയങ്കര വലിയ സൂപ്പർ നാച്ചുറൽ പവറുള്ള ഒരു ഒരു എക്സോസിസം ചെയ്യാനായിട്ട് വരുന്നു. അവിടെ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. ഇതിനു മുമ്പ് ആദ്യത്തെ ഒരു സീനിൽ ഒരു സൂപ്പർ നാച്ചുറൽ ആക്ടിവിറ്റിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇത് കൊള്ളാം, സാധനം കൊള്ളാം എന്നുള്ള രീതിയിൽ പോകുന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പം ഇത് മൊത്തത്തിൽ ഇതിനകത്തെ ക്യാരക്ടേഴ്സിന് മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരു ഹൊറർ ഹോണ്ടിങ് പ്ലേസ് ആണ്, ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഹോണ്ടിങ് പ്ലേസ് ആണ്, അല്ലെങ്കിൽ ഇവിടെ പ്രേതമുണ്ട്, ഇതിനകത്ത് ഒരാൾ പ്രേതമാണെന്ന് ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇത്രയും സംഭവങ്ങളൊക്കെ തന്നിട്ട് ഇത്രയും വലിയൊരു സംഭവങ്ങളാണെന്നിട്ട് ഇവരിതൊന്നും കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവർക്കിത് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുമ്പോൾ എന്താണ് ഈ കാണിക്കുന്നത്, ഇവരെന്താണ് ഈ എക്സോസിസം എന്നുള്ള സിനിമയുടെ പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് തോന്നും. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ പോകുമ്പം ഈ ലീ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഏകദേശം ചെറിയ പിടുത്തങ്ങളൊക്കെ കിട്ടി തുടങ്ങും. ഈ ആൻ്റണിയിലും ലീയും കൂടെ പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യുന്നതും ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ളൊരു ട്വിസ്റ്റ്, അല്ലെങ്കിൽ ഇതിനകത്ത് മെയിൻ സാധനം സ്പോയിലറായിപ്പോൾ, അതുകൊണ്ടാണ് ഞാനിത് പറയാത്തത്. ഇതിനകത്ത് ക്ലൈമാക്സിലൊരു സംഭവമുണ്ട്, അത് കണ്ടപ്പോൾ കിളിപോയി. ഇതാരാണ് ഈ എക്സോസിസം ചെയ്യാൻ വന്നത്, ആരാണ് എക്സോസിസം ചെയ്യുന്നതാരാണ്, ഇതിനകത്ത് ആക്ച്വലി ഈ ഡീമൻ്റെ യഥാർത്ഥ എയിം എന്താണ്, ഗോൾ എന്താണെന്നൊക്കെ നമ്മൾ കൺഫ്യൂഷൻ അടിച്ചു പോകും. അത്രയ്ക്ക് ഒരു വല്ലാണ്ട് കൊണ്ട് നിർത്തുന്ന, അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാതെ കൊണ്ട് നിർത്തുന്ന ഒരു സാധനത്തിലൊക്കെയാണ് ഈ സിനിമ കൊണ്ട് നിർത്തുന്നത്. നമ്മൾ സാധാരണ ഒരു ഹൊറർ സിനിമകളിൽ കാണുന്ന പോലെ ഒരാളുടെ ദേഹത്ത് ഒരു പ്രേതം കയറുന്നു, അത് കഴിഞ്ഞിട്ട് എക്സോസിസം ചെയ്യാനായിട്ട് ആളുകൾ വന്ന് എക്സോസിസം ചെയ്യുന്നു, അതൊന്നും അല്ല ഈ സിനിമ. അങ്ങനെയല്ല ഈ ഒരു സിനിമ പോകുന്നത്. ഇതിൻ്റെ ഒരു ക്ലൈമാക്സിന് ഒരു 5-10 മിനിറ്റ് മുമ്പാണ് ഇതൊരു ഡീമനായിരുന്നെന്നും, അല്ലെങ്കിൽ ഇവിടെ ഇത് ഹോണ്ടഡ് പ്ലേസ് ആണെന്നും, ഇത് എക്സോസിസം ചെയ്യേണ്ടി വരുമെന്നും, എക്സോസിസം ചെയ്യുന്ന ആ ഫാദറൊക്കെ ആണെങ്കിൽ വൻ കോമഡിയാണ് കാണിക്കുന്നത്. ആദ്യമൊക്കെ പുള്ളിക്ക് പോലും മനസ്സിലാവുന്നില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നുള്ളത്. അങ്ങനെ കുറേ സാധനങ്ങൾ കാണിച്ചു പോകുന്ന ഒരു വൺ ടൈം വാച്ചബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വേറൊരു സിനിമയും കാണാനില്ല, നിങ്ങൾക്ക് ഒരു പ്രേത സിനിമ കണ്ടേ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും ദ എക്സോസിസം എന്ന് പറയുന്നത്. ഒരു പേരിനും കൂടി ഒരു സിനിമ ഒരു നാണക്കേടാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കണ്ടു കഴിഞ്ഞപ്പം. നമ്മളൊരു വലിയ സംഭവം പ്രതീക്ഷിച്ച് പോയിട്ട് നമുക്ക് പ്രതീക്ഷയുടെ ഒരു 10% പോലും കിട്ടാതെ വരുമ്പോൾ, പ്രത്യേകിച്ചിനകത്തെ ഈ പേടിപ്പിക്കുന്ന സീനുകളൊക്കെ വൻ കോമഡിയാണ്. നമ്മൾ ഒട്ടും പേടിക്കില്ല എന്ന് നമുക്ക് തന്നെ തോന്നുക, ഇതെന്താണ് ഈ കാണിക്കുന്നത്, ഇതിനകത്ത് എവിടെയാണ് പേടിക്കാനുള്ള സാധനം ഇരിക്കുന്നത്. അങ്ങനെ ഇതിനകത്ത് ക്യാരക്ടേഴ്സിന് പോലും പേടിയില്ല എന്നുള്ളതാണ്. അത്ര വലിയ ഹോണ്ടിങ് സാധനങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. ഇപ്പോൾ കഞ്ചോറിങ്ങിന് അതേപോലെ ഞെട്ടിക്കുന്ന സീനുകളോ അങ്ങനെ ഒന്നുമില്ല അതിനകത്ത്. ഒരു 10% ഇത് പേടിക്കാനുള്ള സീൻ പോലും ഇല്ലെന്നാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ വേറെ ഒരു സിനിമയില്ല, ഒരു സിനിമ കണ്ടേ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം, അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും ദ എക്സോസിസം.